കർണാടകയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അസാധാരണമായ ഒരു സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയും RSSും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കും ബാധകമായ രജിസ്ട്രേഷൻ, സാമ്പത്തിക സുതാര്യത, കണക്ക് കാണിക്കാനുള്ള ബാധ്യത എന്നീ മൗലികമായ ചോദ്യങ്ങളാണ് പ്രിയങ്ക് ഖാർഗെ ഉയർത്തിയത്. എന്നാൽ ഇത്തരം നിയമപരമായ ചട്ടക്കൂടുകൾ തങ്ങൾക്ക് ബാധകമല്ലെന്നും തങ്ങളുടെ പ്രവർത്തനം പൊതുമണ്ഡലത്തിൽ സുതാര്യമാണെന്നുമുള്ള RSS നേതൃത്വത്തിന്റെ നിലപാട് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്ക് ലഭിക്കാവുന്ന അധികാരത്തെയും അതിന്റെ പരിധികളെയും കുറിച്ച് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഈ വിഷയമാണ് സത്യം പറയട്ടെ പരിശോധിക്കുന്നത്. പ്രിയങ്ക് ഖാർഗെയുടെ ചോദ്യത്തിന് മറുപടിയുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവായ പ്രിയങ്ക് ഖാർഗെ കർണാടക സർക്കാരിലെ നിലവിലെ ആഭ്യന്തരമന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ അദ്ദേഹം കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ മല്ലികാർജുൻ ഖാർഗെയുടെ മകനുമാണ്. RSSന്റെ നിയമപരമായ പദവി, സംഘടനയുടെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ, ഫണ്ടിംഗ് സ്രോതസ്സുകൾ, കണക്കുകൾ എന്നിവ സംബന്ധിച്ച കർണാടക സർക്കാർ ഔദ്യോഗികമായി RSSന് കത്തയച്ചിരുന്നു. ഇത്രയും വലിയൊരു സംഘടന ഏത് നിയമപരമായ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ നിയമപരമായ അടിത്തറ വിശദീകരിക്കാൻ അധികാരപ്പെട്ട ഭാരവാഹികളെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. രാജ്യത്തുടനീളം 60,000 ശാഖകളുള്ള വിപുലമായ ശൃംഖലയുള്ള സംഘടന എന്ന നിലയിൽ RSS ഉയർന്ന സുതാര്യതയും ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും പുലർത്തേണ്ടതുണ്ടെന്ന് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ രാജ്യത്ത് എത്ര വലിയ സംഘടനയായാലും ഭരണഘടനയ്ക്ക് അതീതമല്ല. ശുചീകരണ തൊഴിലാളികൾക്ക് പോലും രജിസ്ട്രേഷൻ നിർബന്ധമുള്ള നാട്ടിൽ എല്ലാ മതസ്ഥാപനങ്ങളും ട്രസ്റ്റുകളും ഓഡിറ്റിംഗിന് വിധേയമാകുമ്പോൾ RSSന് അതെങ്ങനെ ബാധകമാകാതിരിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി RSS ഭരണഘടനാപരമായ ആത്മപരിശോധന നടത്തണം. സംഘടന രജിസ്റ്റർ ചെയ്യുകയും സാമ്പത്തിക വിവരങ്ങൾ വെളിപ്പെടുത്തുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്ന സുതാര്യമായ ഒരു സംവിധാനമായി മാറണമെന്നും ഖാർഗെ അഭ്യർത്ഥിച്ചു. ഇതിനെതിരെ രംഗത്തെത്തിയ BJP RSS പതിറ്റാണ്ടുകളായ നിയമവിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ എന്തിനാണ് പുതിയ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നതെന്നും ചോദിച്ചിരുന്നു. BJP നേതൃത്വം ഈ നീക്കങ്ങളെ വളരെ രൂക്ഷമായാണ് പ്രതിരോധിക്കുന്നത്. വികസന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഖാർഗെ ഇത്തരം വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതെന്നും RSS രാജ്യത്തിന്റെ സേവനത്തിനായാണ് നിലകൊള്ളുന്നതെന്നും അവർ വാദിക്കുന്നു. ഖാർഗെയുടെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരാജയമാണെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ കോടതികളിൽ നിയമ നടപടികൾ നടക്കുന്നുണ്ട്. RSS രജിസ്റ്റർ ചെയ്ത സംഘടനയല്ലാത്തതിനാൽ അതിലെ അംഗങ്ങൾക്ക് പ്രിയങ്ക് ഖാർഗെക്കെതിരെ അപകീർത്തി കേസ് നൽകാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം നേരത്തെ കോടതി തള്ളിയിരുന്നു. RSS അത്യന്തം നിഗൂഢമായ പ്രവർത്തന സ്വഭാവം സൂക്ഷിക്കുന്ന സംഘടനയാണെന്ന അദ്ദേഹത്തിന്റെ ആരോപണം എളുപ്പം തള്ളിക്കളയാനാകില്ല. 1925 പിറവിയെടുത്തത് മുതൽ വ്യക്തികളുടെ കൂട്ടായ്മ എന്ന പേരിൽ രാജ്യത്തുടനീളം പരസ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുകയാണ് RSS. ഗാന്ധി ഹത്യയ്ക്ക് പിന്നാലെ തങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കിയത് സ്വന്തമായി സംഘടനാ ഭരണഘടന ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി ഉൾപ്പെടുത്തിയാണ്. എന്നാൽ അത്തരമൊരു ഭരണഘടന ഉണ്ടായിട്ടും അത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ഇന്നോളം അവർ തയ്യാറായിട്ടില്ല. RSSന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് വിദ്യാഭാരതി. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പുകളിൽ ഒന്നാണിത്. ഇവരുടെ പൂർണ്ണ നിയന്ത്രണം നാഗ്പൂരിനാണ്. എന്നാൽ കണക്കുകളിലോ രേഖകളിലോ എന്തിന് പ്രസംഗങ്ങളിൽ പോലും RSS ബന്ധം കടന്നുവരില്ല. സമാനമായി ദീൻ ദയാൽ ശോധ് സംസ്ഥാൻ, ഭാരത് വികാസ് പരിഷത്ത്, സേവാഭാരതി, രാഷ്ട്രീയ സേവികാ സമിതി, വനവാസി കല്യാണാശ്രം, രാഷ്ട്ര സേവാ സമിതി, ദുർഗാവാഹിനി, ഭാരതീയ ഗോരക്ഷാദൾ, ഹിന്ദു ജാഗരൺ വേദികെ, ധർമ്മ ജാഗരൺ സമിതി, രാഷ്ട്രീയ സിഖ് സംഘ്, മുസ്ലിം രാഷ്ട്രീയ മഞ്ച്, ഹിന്ദു രാഷ്ട്രസേന, ഹിന്ദു ഐക്യവേദി, ഹിന്ദു മുന്നണി, ഹിന്ദു മിലിറ്ററി എഡ്യൂക്കേഷൻ സൊസൈറ്റി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ദളങ്ങളിലാണ് RSSന്റെ വേരാഴ്ന്നു നിൽക്കുന്നത്. ഈ സംഘടനകളെല്ലാം പല വിധത്തിലായി നാഗ്പൂരുമായി നിരന്തരം ബന്ധപ്പെടുന്നവയുമാണ്. എന്നാൽ ഒരു രേഖയിലും ഇവയുമായി RSSന് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനാകില്ല. സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കൈപ്പറ്റാത്തത് കൊണ്ട് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന RSS നേതൃത്വത്തിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാദം നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഗ്രാന്റ് വാങ്ങുന്നില്ല എന്നത് രജിസ്ട്രേഷനിൽ നിന്നുള്ള ഒഴിവല്ല, മറിച്ച് രാജ്യത്ത് ഗ്രാന്റ് വാങ്ങാതെ തന്നെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. കൂടാതെ ഗ്രാന്റ് വാങ്ങാത്ത ഒരു സംഘടന എന്ന അവകാശവാദം നിലനിൽക്കുമ്പോഴും RSS അനുബന്ധ സംഘടനകളുടെ പേരിലും മറ്റും പൊതുജനങ്ങളിൽ നിന്ന് വൻതോതിൽ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. ഏതൊരു സ്രോതസ്സിൽ നിന്നുള്ള സംഭാവനയായാലും നിയമപരമായ അക്കൗണ്ടബിലിറ്റിക്ക് അത് വിധേയമാണ്. നിലവിലെ നിയമപ്രകാരം നികുതി വിധേയമോ അല്ലാത്തതോ ആയ എല്ലാവിധ സംഭാവനകളും GST നിയമങ്ങൾക്കും ആദായ നികുതി ചട്ടങ്ങൾക്കും അനുസൃതമായി കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പ്രിയങ്ക് ഖാർഗെ ഉയർത്തുന്ന നിയമപരമായ ചോദ്യം പ്രസക്തമാകുന്നത്. രാജ്യത്തെ ഓരോ പൗരനും ഓരോ സംഘടനയ്ക്കും ബാധകമായ നിയമം എന്തുകൊണ്ട് RSSന് മാത്രം ബാധകമാകുന്നില്ല?
സർക്കാരിന്റെ ഒരു ചില്ലിക്കാശ് പോലും വാങ്ങുന്നില്ല എന്ന മോഹൻ ഭാഗവത് ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിനും ദത്താത്രേയ ഹൊസബോലെ പോലുള്ള നേതൃനിരയ്ക്കും നൽകുന്ന ഉന്നതതല സുരക്ഷയ്ക്കായി ചിലവാക്കുന്നത് ഇന്നാട്ടിലെ കോടിക്കണക്കിന് നികുതിദായകരുടെ അധ്വാന ഫലമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. RSSന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകൾ ഉദ്ധരിച്ചാണ് പ്രിയങ്ക ഖാർഗെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കർണാടകയിൽ 4127 ദൈനംദിന ശാഖകളും 1389 പ്രതിവാര ശാഖകളും 60 പ്രതിമാസ മണ്ഡലികളും 2194 സമാജോത്സവങ്ങളും സംഘം നടത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതോടൊപ്പം ഒരു വർഷക്കാലത്തിനിടെ 562 റൂട്ട് മാർച്ചുകളും നടത്തി. ഇത്രയേറെ വിപുലമായ ക്രമീകരണങ്ങളും പങ്കാളിത്തവുമുള്ള സംഘടനയ്ക്ക് ഒരു കടലാസിൽ പോലും ആധാരമില്ലെന്ന് വരുന്നതിനെയാണ് പ്രിയങ്ക ഖാർഗെ ചോദ്യം ചെയ്തത്. കർണാടകയിൽ 20 ലക്ഷത്തോളം പേർ RSS ശാഖയിൽ പങ്കെടുക്കുന്നതായാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, ഇത്രയും വലിയ ആൾക്കൂട്ടം ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്നതും അതിന്റെ തുടർചലനങ്ങളിൽ സംഭവിക്കുന്നതുമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആര് സമാധാനം പറയുമെന്നാണ് പ്രിയങ്ക ഖാർഗെ ചോദിക്കുന്നത്. പ്രിയങ്ക ഖാർഗെയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ RSS നേതൃത്വം മൗനം പാലിക്കുമ്പോൾ BJP നേതാക്കൾ അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. RSSനെ കുറിച്ച് ചോദിക്കാൻ പ്രിയങ്ക ഖാർഗെ ആരാണ് എന്ന രീതിയിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ BJP സ്വീകരിച്ചത്. പ്രിയങ്കയുടെ ചോദ്യങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ദളിത് പശ്ചാത്തലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജാതീയമായ അധിക്ഷേപങ്ങളാണ് ചില നേതാക്കൾ നടത്തിയത്. മുതിർന്ന BJP നേതാവും MP-യുമായ രമേശ് ജിഗജിനാഗി ഒരു ദളിതന് RSSൽ എന്തു കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തെ വംശീയവും ജാതീയവുമായ തലത്തിലേക്ക് തരം താഴ്ത്തി. BJP നേതാവ് CT രവിയും സമാനമായ രീതിയിൽ അധിക്ഷേപങ്ങളുമായി രംഗത്തെത്തി. തന്റെ ദളിത് പശ്ചാത്തലം എടുത്തു പറഞ്ഞ് RSSനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് തന്നെ തടയാൻ ശ്രമിക്കുന്ന MP-യോട് പ്രിയങ്ക ഖാർഗെ തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദളിതന് RSSനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ RSS വിഭാവനം ചെയ്യുന്ന ശ്രേണീബദ്ധമായ സാമൂഹിക വ്യവസ്ഥയിൽ ദളിതർക്ക് മാന്യമായ സ്ഥാനമില്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണോ? പ്രിയങ്ക ഖാർഗെ നൽകിയ ഈ മറുപടി വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറുന്നു. പ്രിയങ്ക ഖാർഗെ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ ഭാഗവതത്തിനപ്പുറം ജനാധിപത്യത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള സുപ്രധാനമായൊരു ഭരണഘടനാ ചർച്ചയാണ്. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് തങ്ങളുടെ അസ്തിത്വം രേഖകൾ സഹിതം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ജനാധിപത്യ ഇന്ത്യയിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ താൽക്കാലിക പ്രതിരോധം തീർക്കാൻ BJPക്കും RSSനും സാധിച്ചേക്കാം. എന്നാൽ എന്തുകൊണ്ട് നിയമവിധേയമായ ഒരു സംഘടന ഘടന രൂപീകരിക്കുന്നില്ല എന്ന അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് അവർക്ക് അധികകാലം ഒളിച്ചോടാനാകില്ല. കോടതി കയറുന്ന ഈ വിവാദം വരും നാളുകളിൽ കർണാടക രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്ന് ഉറപ്പാണ്. ഇതോടുകൂടി സത്യം പറയട്ടെ ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച.